ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആലപ്പുഴക്കാരൻ്റെ കോട്ടയംകാരി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഓൾറെഡി എന്ത് വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. തമ്പനയിൽ കണ്ട പോലെ തന്നെ കനിഹ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ജീന എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ട് ചോദിച്ചു, ചേച്ചി ഈ ഫോട്ടോയിലെ പോലെ ഒന്ന് മേക്കപ്പ് ലുക്ക് ചെയ്യുമോയെന്ന്. പക്ഷെ ആ സെയിം ഫോട്ടോ ചെയ്യാൻ എനിക്ക് അതിന് പറ്റിയ കോസ്റ്റ്യൂം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കനിഹയുടെ തന്നെ വേറൊരു ഫോട്ടോ എടുത്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഈ ഒരു ഫോട്ടോയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ തുടങ്ങുമല്ലേ? അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇതൊരു ജസ്റ്റ് ട്രൈ ചെയ്യുകയാണ്. ഞാൻ കനിഹ പോലെ ഇരിക്കുന്നു എന്നല്ല, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ, ഞാനിപ്പം ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. എല്ലാം എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ്. അപ്പം അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, അതിൻ്റെ പോരായ്മകളൊക്കെ വരും. അപ്പോൾ എന്തായാലും അതൊക്കെ ക്ഷമിക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുവാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഹിമാലയയുടെ. അപ്പം നമുക്ക് തുടങ്ങാം. എൻ്റെ കണ്ണാടി അവിടെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ, അതാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. അപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതാണ്. ഒരു മേക്കപ്പും ഇല്ല മുഖത്ത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ. ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ് ലോറിയലിൻ്റെ. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഒന്ന് ഇടാം. നന്നായിട്ട് ഫേസിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഞാൻ എൻ്റെ നെക്കിലേക്കും കൂടി കുറച്ച് ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഫേസും നെക്കും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് വരും. അപ്പം അത് ഫൗണ്ടേഷൻ സെറ്റ് കഴിഞ്ഞു. ഒത്തിരി കട്ടിക്കൊന്നും കിട്ടില്ല, ജസ്റ്റ് ഒരു മിനിമലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഐബ്രോസ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. ഞാനിതിന് ഒരു ചെറിയ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഒന്ന് ചെറുതായിട്ട് കൊടുക്കുകയാണ്. ഈ പിക്ചറിൽ ഐ ഷാഡോ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല എങ്കിലും ഞാനൊന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക്
കണ്ണൊന്ന് എഴുതി കൊടുക്കാം. കാജൽ വെച്ച് കണ്ണിൻ്റെ താഴെയും മുകളിലും ഞാൻ ഐലൈനർ യൂസ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് എഴുതാം. അപ്പം ഞാൻ ഈ കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് ലൈറ്റായിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ, കണ്ണിൻ്റെ താഴെ എഴുതി കഴിഞ്ഞു. ഇനി മുകളിൽ നമുക്ക് ഐലൈനർ യൂസ് ചെയ്ത് എഴുതാം. ഞാൻ ഈ പെൻ ടൈപ്പ് ഐലൈനറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ മുകളിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ എഴുതി ശീലിച്ച് കാരണം ഇത് വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് മേക്കപ്പ് ചെയ്യാറില്ല, നിന്നോണ്ടാ ചെയ്യാറ്. ഒന്ന് മുട്ടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇല്ല, നമുക്ക് മസ്കാര കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ലൈറ്റായിട്ട് മസ്കാരയും കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. ഐബ്രോസ് കഴിഞ്ഞു, ഫൗണ്ടേഷൻ ഇട്ടു. ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ലിപ്സ്റ്റിക്കാണ്. ഒരു എന്താ പറയുക, ഒരു ശകലം പിങ്കിഷ് പോലത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ആകെ ഇപ്പോൾ ഈ ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കുള്ള ഷെയ്ഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇടാം. നന്നായിട്ട് ചൂട് ഡ്രൈ ആവുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ലിപ് ബാം യൂസ് ചെയ്യുവാണ്. ഇതൊരു കുറച്ച് പിങ്ക് ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് കാണാമോ? നമുക്കതിൽ വേറെ കളറായിട്ടായിരിക്കും തോന്നുന്നു. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, മേക്കപ്പ് അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റായിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ, കാരണം ആ ഫോട്ടോയിലും വലിയ മേക്കപ്പ് ഒന്നും ക്ലിയറായിട്ട് കാണില്ല. നല്ല മേക്കപ്പുള്ള ഫോട്ടോസിൽ അതിന് മാച്ച് ചെയ്തുള്ള ഒരു സാധനങ്ങളും എൻ്റെ അടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഇതുണ്ടോ, വലിയ ഭയങ്കരമായിട്ടൊന്നും മേക്കപ്പ് ചെയ്തിട്ടില്ല, ഭയങ്കര ലൈറ്റായിട്ടുള്ള മേക്കപ്പ് അല്ലേ. അപ്പോൾ ഏകദേശം ഇതിന് മാച്ച് ചെയ്ത് ഈ ഇയറിങ് പോലെ തോന്നിക്കുന്ന ഒരു ഇയറിങ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുടി ഒന്ന് അയൺ ചെയ്യണം. പ്ലഗ് ബാക്ക് സൈഡിൽ അവിടെ ആയതുകൊണ്ട് എനിക്ക് ക്യാമറയായിട്ട് അങ്ങോട്ട് പോയി സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയൺ ചെയ്തിട്ട് സാരിയും ഉടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ സാരി കൊടുത്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മാച്ചിങ് വരുന്ന ഒരു ബ്ലൂ സാരി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുടി ഒന്ന് അയൺ ചെയ്തിട്ടിട്ട് ഇനി നമുക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യാം. പുള്ളിക്കാരി അതിൽ ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഹമ്പ് പോലെ ആണ് ബാക്കിലേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും മുടി സെറ്റ് ചെയ്യാം. ഇരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ക്യാമറയിൽ നോക്കൂ, മിററിൽ നോക്കൂ, ആകെ പാടെ ടെൻഷനാണ്. ഞാനിവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ടാണ് ഞാൻ ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുകയാണ്. കാരണം കുറച്ച് പൊങ്ങിയാണ് ആ ഫോട്ടോയിൽ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈർക്കിലി സ്ലൈഡ് എടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിലൂടെ കുത്തിയേക്കാം.
അങ്ങനെ ഊരിപ്പോന്നാലോ. ഓക്കെ, അത് സെറ്റായി. അപ്പം ഞാനിതൊന്ന് ഈ ഹമ്പൊന്ന് മര്യാദയ്ക്കിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹെയർ സ്പ്രേ അടിക്കുന്നുണ്ട്. മുന്നേ സ്ട്രൈറ്റ് ചെയ്തപ്പോൾ അടിക്കാൻ പറ്റിയില്ല. നമ്മൾ കമ്മലിട്ടിട്ടില്ല, അപ്പം ഈ കമ്മൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കമ്മലിട്ടു. അപ്പോൾ ഏകദേശം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു ഫേസ് പോർഷൻ. ഫുൾ പോർഷൻ ഞാൻ എണീറ്റ് നിന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു ബാംഗിൾ കൂടി ഇട്ടു കേട്ടോ, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പം ഇതാണ് നമ്മുടെ കനിഹ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക്. പെർഫെക്റ്റ് ലുക്കൊന്നുമല്ല എങ്കിലും ഇതാണ് നമ്മുടെ ലുക്ക്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കൊന്നും അല്ല, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പം ഞാൻ നിങ്ങളെ തേടി പുതിയൊരു വീഡിയോ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.